നമസ്കാരം, എൻ്റെ പേര് ആദർശ് ജയസ്. വെൽക്കം ടു മൈ ന്യൂമറോളജി ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബർത്ത് നമ്പർ 3 കുറിച്ചാണ്. അതായത് മാസത്തിൽ 3-ാം തീയതി ജനിച്ചവര്, 12-ാം തീയതി ജനിച്ചവര്, 21-ാം തീയതി ജനിച്ചവര്, 30-ാം തീയതി ജനിച്ചവര്, ഇവരെല്ലാം വരുന്നത് ബർത്ത് നമ്പർ 3 ആണ്. ന്യൂമറോളജി പ്രകാരം ബർത്ത് നമ്പർ 3 ബൃഹസ്പതി, ഗുരുവിനെ സൂചിപ്പിക്കുന്നു. അതായത് വ്യാഴഗ്രഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ 3 പേഴ്സണാലിറ്റി ഉള്ളവര്, 3 ബർത്ത് നമ്പർ ഉള്ളവര്, അവരുടെ പേഴ്സണാലിറ്റി പൊതുവെ ഒരു ഗുരു എനർജി, ഒരു ഗുരുവിനെ പോലെ മറ്റുള്ളവർക്ക് നോളജ് പകരാനും മറ്റുള്ളവർക്ക് അഡ്വൈസ് നൽകാനും ഗൈഡൻസ് നൽകാനൊക്കെ കഴിവുള്ള ആൾക്കാരാണ് ഈ ബർത്ത് നമ്പർ 3 ഇവർ പൊതുവെ കൂടുതൽ നോളജ് ശേഖരിക്കുന്നതെല്ലാം ഇവർക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും. അത് ലൈഫിൽ എന്തെങ്കിലും ഇവർക്ക് ചുറ്റും ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഫസ്റ്റ് ചെല്ലുന്നത് ഇവരുടെ അടുത്തായിരിക്കും, ഈ ബർത്ത് നമ്പർ 3 അടുത്തായിരിക്കും. ആ കാര്യത്തിന് വേണ്ടി, ഒരു സൊല്യൂഷന് വേണ്ടി. അതിന് തക്കതായിട്ട് ഇവര് ഓവറായിട്ട് ആൾക്കാരെ സഹായിക്കാനും അവർക്ക് അവരുടെ ലൈഫിൽ ഇടപെട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇവര് കൂടുതലും അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് ഇവര്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഓവറായിട്ട് അമിതമായിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അത് വേറെ മറ്റ് പ്രശ്നങ്ങൾക്ക് ഇടയാവാൻ ചാൻസ് ആണ്. പിന്നെ ഇവര് റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ബെസ്റ്റ് ആണ്. അതായത് അമ്പലത്തിൽ പോകുന്നയോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നയോ, ഇപ്പൊ അമ്പലത്തിലാണെങ്കിൽ പൂജ കഴിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും അങ്ങനത്തെ മതപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഈ ഗുരു എനർജി, അതായത് ബർത്ത് നമ്പർ 3 ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അവരെപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള ടീച്ചിങ്സ് ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ബർത്ത് നമ്പർ 3. ഇവർ കൂടുതലും ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡ്സിൽ, അതായത് ടീച്ചിങ്, ആക്ടിങ്, അങ്ങനത്തെ ക്രിയേറ്റിവിറ്റി ഉള്ള ഫീൽഡ്സിലെല്ലാം ഇവർ എക്സലൻ്റ് ആയിട്ട് സക്സസ്ഫുൾ ആവും. പിന്നെ കൂടുതലും ഈ ബർത്ത് നമ്പർ 3 പൊതുവെ ഇവര് ഐശ്വര്യം, വ്യാഴഗ്രഹത്തിനെ പോലെ ഐശ്വര്യം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം, ശുഭകരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ ഇവർ ബെസ്റ്റാണ്. പക്ഷെ ഇവർക്കൊരു ഡ്രോബാക്ക്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അതായത് എന്ത് കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ ഇവർ സൂപ്പറായിരിക്കും, പക്ഷെ അത് തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കാനായിട്ട് ഇവർ കുറച്ച് പൊതുവെ കുറച്ച് പൊതുവെ ഒരു പ്രശ്നമുള്ള ആൾക്കാരാണ്. അതായത് ഇവരെല്ലാം തുടങ്ങി വെക്കും. ഗുരു എനർജീനെ പോലെ ഭയങ്കര എക്സ്പാൻസീവ് ആയിട്ട് ഭയങ്കര ഒരു അബണ്ടൻസ് നിറഞ്ഞൊരു എനർജി ഉള്ള ആൾക്കാരാണ് ഈ ബർത്ത് നമ്പർ 3 ജനിച്ച ആൾക്കാർ. അപ്പോ ഇവരുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും, തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാതെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അല്ലാതെ പൊതുവെ ഇവര് എന്താണ്, സർക്കാർ ജോലി കിട്ടാനും ഈ പേപ്പർ വർക്ക്, അതായത് പേപ്പർ റിലേറ്റഡ് ജോബ്സ് ഒക്കെ, ഫയൽസ്, അങ്ങനെ ഇടപെടുന്ന ജോബ്സ് എല്ലാം ഇവർക്ക് ബെസ്റ്റാണ്. അതിൽ ഇവർ സക്സസ്ഫുള്ളും ആവും. മെയിനായിട്ട് വരുന്നത് ടീച്ചിങ് ഫീൽഡാണ്. പ്രൊഫസേഴ്സ്, കോളേജ് അധ്യാപകർ, ഇവരെല്ലാം ഈ ഫീൽഡിൽ ഇവർ ഉജ്ജ്വലിച്ച് നിൽക്കും. നിങ്ങളുടെ എന്താണ് ബർത്ത് നമ്പർ 3 വരുന്നവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഇവര് ഭയങ്കരമായിട്ട് കമ്പാഷൻ ഉള്ളവരാണ്, ഗുരുവിനെ പോലെ. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്.
ഫേമസ് പേഴ്സണാലിറ്റീസ് എടുത്ത് നോക്കിയ ഈ രജനീകാന്ത്, പ്രഭുദേവ, ഹോളിവുഡിൽ നിന്ന് ടോം ക്രൂസ്, ഇവരെല്ലാം ബർത്ത് നമ്പർ 3 വരുന്നത്. നിങ്ങളുടെ ബർത്ത് നമ്പർ 3 ആണോ എന്ന കമൻസിൽ അറിയിക്കൂ. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.